ഇത് നമ്മുടെ നെല്ലിക്ക കൊണ്ടുള്ള വിഭവങ്ങളാണ്. നെല്ലിക്ക നമ്മളിങ്ങനെ കീറി അരി കളഞ്ഞെടുക്കണം. അതെ, ഇങ്ങനെ അരി നമുക്ക് വേണ്ട ഇത് ഉണ്ടാക്കാൻ. ഇങ്ങനെ എടുക്കുമ്പോൾ ഇതിങ്ങനെ കിട്ടും. അന്നേരം നെല്ലിക്കയും നഷ്ടമായി പോകത്തില്ല, അരി കളയുകയും ചെയ്യും. നമ്മൾ അരി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർക്കാം. എല്ലാം ചെറുതായിട്ടൊന്ന് ചുമന്ന് വരും. കറിവേപ്പില, നമ്മൾ കടുകും പൊടിവായും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിയാണ്, അതുകൊണ്ട് വലിയ എരി വരത്തില്ല. കായപ്പൊടി, നമുക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നമ്മൾ വിനാഗിരി ഒന്നും ഒഴിക്കുന്നില്ല. ഉപ്പ് കുറവായതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി ഉപ്പിട്ട് കൊടുക്കുക. നെല്ലിക്ക ആയതുകൊണ്ട് അങ്ങനെ മുണങ്ങിയിരുന്ന ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു. ഉപ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം. തിളപ്പിച്ച വെള്ളം അച്ചാറിന് ഒഴിക്കാം. എല്ലാത്തിനും അത് ഒഴിക്കുന്നു, പ്രത്യേകിച്ച് അച്ചാറിന് ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ അച്ചാറുകളൊക്കെ പൂക്കും. വെള്ളം ഒഴിക്കണം എന്ന് വരികിൽ തിളപ്പിച്ചൊഴിക്കുക, അല്ലാതെ പച്ചവെള്ളം കോരി ഒഴിച്ച് വീണ്ടും തിളപ്പിക്കരുത്, അത് പൂത്ത് പോകും. വേണ്ട. അന്നേരം ഇപ്പോൾ ഇച്ചിരി ചാറ് കിട്ടി. ഇവിടുത്തെ പിള്ളേർക്ക് ഇച്ചിരി ചാറ് വേണം അച്ചാറിന്, അതുകൊണ്ട് അങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മുടെ അച്ചാർ ഓക്കെ. നമ്മൾ നെല്ലിക്ക ഇട്ടതിൻ്റെ കൂടെ തന്നെ ജാതിക്കായും ഇട്ടായിരുന്നു. ജാതിക്കയുടെ കൂടെ നാളെ നമ്മൾ ഇട്ടത് തീർന്നു. എല്ലാത്തിനും രുചിയായതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് തീർന്നു. അന്നേരം ഇത് നമുക്ക് വെച്ചേക്കാൻ നോമ്പൊക്കെ വരുമ്പോഴേ നമുക്ക് വേണ്ട. അന്നേരം നമുക്ക് ജാതിയുടെ തോടൊന്നും കിട്ടത്തില്ല. ഓക്കെ, ജാതിക്ക നെല്ലിക്ക 1.5 വർഷമായ പുളിയ അച്ചാറിട്ടതായത് തീരാറായി. ഇനി ഇത്രയും കൂടെ ഉള്ളൂ. ഇലിമ്പിപ്പുളി എന്നാണ് അവിടെ പറയുന്നത്. വേണ്ടേ, 1.5 വർഷമായി. നമ്മൾ വിനാഗിരി ഒഴിക്കണ്ടോ നമ്മൾ കുറേശ്ശെ എടുത്ത് കഴിക്കുന്ന ഡൈനിങ് ടേബിൾ വെക്കുക. മൊത്തം എടുത്ത് വെച്ചാൽ പന്നലാവും. കുറേശ്ശെ എടുത്ത് വെച്ച് ഉപയോഗിക്കുക, ബാക്കി മാറ്റി വെക്കുക.